എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള സന്തോഷമാണ്. കാരണം പല ക്ലാസ്സുകളിലും പോയി പഠിച്ചിട്ടും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലൂടെ കിട്ടുന്നു എന്ന് പറയുമ്പം ആ ഒരു ഹാപ്പിനെസ് ഒന്നും നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പൊ നമ്മളിപ്പോ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം എക്സലിന്റെ സീരീസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് എല്ലാം എക്സലിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഇന്നിപ്പം എക്സലിന്റെ ഫോർമുലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് എന്ന് പറയുമ്പോൾ സം ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ് ഉണ്ട്, അതുപോലെ തന്നെ കൗണ്ട് ഉണ്ട്. അപ്പം എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഠിക്കാൻ പറ്റാത്തവര്, അതായത് ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയിട്ടും ഒക്കെ പഠിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ആവർത്തിച്ച് കുറേ തവണ പറഞ്ഞു തന്നിരിക്കാം. അപ്പം അത് അങ്ങനെയുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. അല്ലാത്തവർക്കും കാണാം, പക്ഷെ ക്ലാസ് കുറച്ചുകൂടെ ഞാൻ സമയമെടുത്തായിരിക്കും ഓരോ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ 3 കാര്യം കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇന്ന് സമ്മ് മാത്രം പറയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളുടെ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു എക്സലിന്റെ. അപ്പൊ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ എല്ലാവരും പോയി കണ്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എത്ര കമ്പ്യൂട്ടർ അറിയാത്തവർക്കാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പൊ ആ ഒരു ഉറപ്പ് ശരിയാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമാകും. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കുക. കണ്ടു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് അതിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. നമുക്കപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് സമ്മ് കാണാനുള്ളത്. അപ്പൊ ആ സമ്മ് കാണാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പഠിച്ചെടുക്കാം. അപ്പൊ അതിനു മുൻപേ നമ്മൾ എല്ലാ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് ആ ഒരു എക്സൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ അത് പഴയ ക്ലാസ് കാണുന്നവർക്കൊക്കെ ഇപ്പൊ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാം. പക്ഷെ പുതിയതായിട്ട് ക്ലാസ് കാണുന്നവർക്ക് കൂടി യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ പഴയ ക്ലാസ് കാണുന്നവരും നമ്മൾ എത്രത്തോളം കാണുന്നോ അത്രത്തോളം നമ്മളുടെ മെമ്മറിയിൽ അത് ഹോൾഡ് ചെയ്ത് നിന്നോളും. അപ്പൊ അത് പഴയതായിട്ട് കാണുന്നവർക്കും പുതിയതായിട്ട് കാണുന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സലിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ പല മെത്തേഡുകളുണ്ട്. നമ്മളുടെ പഴയ ക്ലാസ്സുകളിൽ 3 മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരൊറ്റ മെത്തേഡാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എക്സലിന്റെ പുതിയൊരു ഷീറ്റ് അല്ലെങ്കിൽ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ, അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീൻ, ഇതിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിന്റെ എവിടെങ്കിലും ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല. ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്കിന് വേണ്ടി ടച്ച് പാഡിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴത്തെ പോർഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പം റൈറ്റ് ക്ലിക്കിന്റെ അതേ ഫംഗ്ഷൻ പോലെ തന്നെ നമുക്കൊരു ഓപ്ഷൻ ലിസ്റ്റ് അവിടെ വരും. മൗസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ മൗസ് കൂടെ വാങ്ങുകയാണെങ്കിൽ ആ മൗസ് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം ടച്ച് പാഡ് ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ല എങ്കിൽ ഒരു മൗസ് കൂടെ വാങ്ങിച്ച് കണക്ട് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സൗകര്യമാണ്, നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ അത് ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ പറ്റും. ഇതിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. മൗസ് ഇങ്ങനെ ഈ ന്യൂയിലോട്ട് വെക്കുക. വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ തൊട്ടപ്പുറത്ത് പുതിയൊരു ഓപ്ഷൻ ലിസ്റ്റ് കാണും. അതായത് ഈ ന്യൂ എന്ന് പറയുന്നതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ കാണുന്നത്. അപ്പൊ അവര് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് പുതിയതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, ഫോൾഡർ ആണോ, ഷോർട്ട് കട്ട് ആണോ, ബിറ്റ് മാപ്പ് ഇമേജസ് ആണോ, MS വേർഡ് ആണോ, MS പവർ പോയിന്റ് ആണോ, അങ്ങനെ
നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ന്യൂ നമുക്ക് എന്താണ് വേണ്ടത്, പുതിയത് എന്താണെന്ന്. അപ്പൊ ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് ആണ്. അപ്പൊ ഈ MS എക്സൽ എന്നുള്ള ഇതിലോട്ട് ഇപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക്ഷീറ്റ് ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ആയി വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു ഷീറ്റിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഇതിപ്പോ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഷീറ്റാണ്. അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കിപ്പോ ഏതൊരു കാര്യം ആയിക്കോട്ടെ, ഒരു ഫോൾഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിക്കോട്ടെ, ഈ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഏതൊരു കാര്യം നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും അതിലോട്ട് മൗസ് വെക്കുക, അല്ലെങ്കിൽ ടച്ച് പാഡ് വെക്കുക. ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസിന് പകരം ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ടച്ച് പാഡ്. അപ്പൊ ആ ടച്ച് പാഡ് അല്ലെങ്കിൽ മൗസ് ഈ ഒരു എക്സലിന്റെ ഈ ഒരു പേജിലോട്ട് ഇങ്ങനെ വെക്കുക. എവിടെയെങ്കിലും വെച്ചാൽ മതി, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, അതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ അടുപ്പിച്ച് 2 തവണ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പൊ ഇത് ഞാനിപ്പോ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേജാണ് നമുക്ക് സമ്മ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് സമ്മ് കാണാനൊക്കെ ഒരുപാട് മെത്തേഡ് ഉണ്ട്, 2-3 മെത്തേഡ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഷോർട്ട് കട്ട് ഇപ്പൊ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും അതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു കാര്യം കൂടെ പഠിക്കണം. അതിനുശേഷം നമുക്ക് ഷോർട്ട് കട്ട് പഠിക്കാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഏതാണോ, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ആണോ, ഏതാന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ശരിക്കുമുള്ള മെത്തേഡും പഠിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് കട്ടും പഠിക്കാം. പിന്നെ നമുക്ക് ഏതാണ് സൗകര്യം അത് ഫോളോ ചെയ്യുക, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ സമ്മ് കാണാമെന്നാണ്. അപ്പൊ നോക്കാം. ഞാനിവിടെ കുറച്ച് കുട്ടികളുടെ മാർക്ക് ഒരു ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുമ്മാ കുറച്ച് മാർക്ക് എടുത്തതാണ്. അപ്പൊ നമുക്ക് ഓരോ കുട്ടിക്കും കിട്ടിയിരിക്കുന്ന മാർക്ക്, അതായത് ഇതിന്റെ സം നമുക്ക് കാണണം. അപ്പൊ ഈ സമ്മ് കാണാനായിട്ട് നമ്മൾ ഇവിടെ ഒരു കോളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം. അപ്പൊ ഈ ഒരു ടോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ നമുക്ക് ഈ ഓരോ കുട്ടികൾക്കും ടോട്ടൽ ആയിട്ട് കിട്ടിയ മാർക്ക് കണ്ടുപിടിക്കണം. അതായത് ഇംഗ്ലീഷിനും മലയാളത്തിനും ഹിന്ദിക്കും മാത്സിനും കൂടെ അനുവിന് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എവിടെയാണോ റിസൾട്ട് കിട്ടേണ്ടത്, അതായത് സം കിട്ടേണ്ട ആ സെല്ലൊന്ന് സെലക്ട് ചെയ്യണം. സെല്ല് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ്, ഈ ടോട്ടൽ എന്ന് പറയുന്ന ഈ കോളത്തിലെ ആദ്യത്തെ സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ സെൽ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് വൺ ആണ്. ഇപ്പൊ ഞാൻ ഇതിന് കളർ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാത്തത്, അപ്പൊ ഞാൻ കളർ മാറ്റിയിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ട സെൽ എന്ന് പറയുന്നത്. സോറി, ഇതല്ല, ഇതിനപ്പുറത്തെ ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ട സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ മൗസ് ഇങ്ങനെ അതിലോട്ടൊന്ന് വെക്കുക, ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് ലാപ്ടോപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. മൗസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സെല്ല് നമുക്ക് ഇങ്ങനെ സെലക്ട് ആയി കാണാൻ പറ്റും. ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം സമ്മ് കാണാനായിട്ട്, സമ്മെന്നല്ല ഏതൊരു ഫോർമുലാസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. നമ്മൾ ആദ്യമേ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യണം. അപ്പൊ ഓൺ സ്ക്രീൻ കീബോർഡിൽ ഒന്ന് കാണിച്ചു തരാം, അപ്പൊ കുറച്ചുകൂടെ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യേണ്ട കാര്യം, ഏതൊരു ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. അതിപ്പോ സം ആണെങ്കിലും ആവറേജ് ആണെങ്കിലും കൗണ്ട് ആണെങ്കിലും ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഈക്വൽ സൈനിലാണ്. അപ്പൊ നമ്മൾ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, സം ആണെങ്കിൽ സം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈക്വൽ സൈൻ ആണ്. അതിനുശേഷം നമുക്ക് ഏതാണ് ചെയ്യേണ്ട കാര്യം, സം എങ്കിൽ സം, ആവറേജ് എങ്കിൽ അത്, അതുപോലെ തന്നെ കൗണ്ട് എങ്കിൽ അത്. അപ്പൊ നമുക്കിവിടെ സം ആയതുകൊണ്ട് SUM സം എന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ SUM സമ്മുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എസുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് ഒക്കെ ഇങ്ങനെ താഴോട്ട് കാണാനായിട്ട് സാധിക്കും.
ഇനി ചെയ്യേണ്ട കാര്യം, നമുക്ക് വേണ്ടത് ഒരു ബ്രാക്കറ്റ് ആണ്. അതായത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ 9-ലുള്ളതാണ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് 9 പ്രസ് ചെയ്ത് കഴിയുമ്പോൾ 9 എന്നാണ് വരുന്നത്. നമുക്ക് പക്ഷെ വേണ്ടത് ബ്രാക്കറ്റ് ആണ്. കാരണം ഈ 9 എന്ന് പറയുന്ന കീയിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് നമ്പറും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ബ്രാക്കറ്റും ഉണ്ട്. അപ്പം ഈ ഒരു ബ്രാക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും പ്രസ് ചെയ്ത് പിടിക്കണം. അതായത് കീബോർഡിൽ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് ഈ 9-ലും പ്രസ് ചെയ്യണം. രണ്ട് കീയിലും അറ്റ് എ ടൈം പ്രസ് ആയിരിക്കണം. ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് 9 പ്രസ് ചെയ്താൽ മതിയാകും. ഈ സെയിം കാര്യം നമ്മൾ കീബോർഡിൽ ചെയ്യുമ്പോൾ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് ഈ 9-ലും പ്രസ് ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് അവിടെ വരത്തുള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് വാല്യൂ ഇരിക്കുന്ന സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് വാല്യൂ ഇരിക്കുന്ന സെൽ എന്ന് പറഞ്ഞാൽ 28 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന സെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഈ സെല്ലിന്റെ അഡ്രസ് നമുക്കിവിടെ കാണാം, H5. അതായത് 28 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന കോളം H ആണ്, അതുപോലെ ഇതിരിക്കുന്ന റോ 5 ആണ്. സോ ഈ 28 എന്ന് പറയുന്ന സെല്ലിന്റെ അഡ്രസ്, സെൽ അഡ്രസ് നമുക്കിവിടെ കാണാം, H5 എന്നും പറഞ്ഞ് കാണാം. ഇനി ഇപ്പൊ വേണ്ട കാര്യം, അതായത് H5 മുതലുള്ള വാല്യൂസിന്റെ ടോട്ടൽ ആണ്, സം ആണ് നമുക്ക് കാണേണ്ടത്. ഇനി H5 മുതൽ എത്ര വരെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് വാല്യൂ, സ്റ്റാർട്ടിംഗ് വാല്യൂവിനെയും എൻഡ് വാല്യൂവിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു കോളം സൈൻ നമ്മൾ ഉപയോഗിക്കും. കോളൻ എന്ന് പറഞ്ഞാൽ രണ്ട് കുത്താണ്. അതായത് ഞാൻ കാണിച്ചു തരാം, ഇതാണ് കോളൻ, ഈ രണ്ട് കുത്ത്. അപ്പൊ ഈ രണ്ട് കുത്തെന്ന് പറയുന്ന കീയില് രണ്ട് സിമ്പിൾ ഉണ്ട്. ഒരു കുത്തും കോമയുണ്ട്, അതായത് സെമി കോളനും ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ കാണിച്ച കോളനുമുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെമി കോളനാ വരുന്നത്, കുത്തും കോമയും. പക്ഷെ നമുക്ക് അതല്ല ആവശ്യം, നമുക്ക് കോളനാണ്, അതായത് രണ്ട് കുത്താണ് ആവശ്യം. അപ്പൊ അത് വരാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് ഈ ഒരു സിമ്പിൾ ഉള്ള കീയിലും പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ രണ്ട് കുത്തു വന്നിട്ടുണ്ട്. അതായത് അതിന്റെ പേര് കോളൻ എന്നാണ്. ഇനിയിപ്പോ ചെയ്യേണ്ടത്, അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെൽ, അതായത് നമുക്ക് ആഡ് ചെയ്യേണ്ട അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. അതായത് മാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് കിട്ടിയ 48, അതാണ് അവസാനത്തെ. അപ്പൊ ആ സെൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോ നമുക്ക് ഈ 48 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന സെല്ലിന്റെ അഡ്രസ്സും അവിടെ കാണാം, അതായത് K5. ഇപ്പൊ നമുക്ക് ആ ഇക്വേഷൻ നോക്കാം. ഈക്വൽ ഉണ്ട്, സം ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്, H5 ഉണ്ട്, രണ്ട് കുത്ത് അതായത് കോളൻ ഉണ്ട്, ദെൻ K5. ഇനി നോക്കുമ്പോ തന്നെ അറിയാം അവിടെ ഒരാളുടെ കുറവുണ്ട്. അതായത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഈക്വൽ സം കഴിഞ്ഞ് ആ ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പൊ അവിടെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ ആവശ്യവും ഉണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ഫോർമുല കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കാൻ വേണ്ടി, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്നത് 0-ലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ, അതായത് ആദ്യം പ്രസ് ചെയ്യുമ്പോൾ 0 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് 0 അല്ല, ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. അപ്പൊ ആ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വരാൻ വേണ്ടി നേരത്തെ പറഞ്ഞ സെയിം കാര്യം, ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് 0-ലും പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ആ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഈക്വൽ സൈൻ, സം, ബ്രാക്കറ്റ് ഓപ്പൺ, H5 കോളൻ K5 ബ്രാക്കറ്റ് ക്ലോസ്ഡ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് നമുക്ക് H5 മുതൽ K5 വരെയുള്ള സെല്ലിലെ സമ്മ് കാണണം. അപ്പൊ H5 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ കൂട്ടേണ്ട, സമ്മ് കാണേണ്ട ആദ്യത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ലിന്റെ അഡ്രസ്, അതായത് 28 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന സെല്ലിന്റെ അഡ്രസ് H5, 28 ഇരിക്കുന്ന കോളം H, 28 ഇരിക്കുന്ന റോ 5, സോ H5. ദെൻ K5 എന്ന് പറഞ്ഞാൽ അവസാനത്തെ വാല്യൂ 48 ആണ്. 48 ഇരിക്കുന്ന കോളത്തിന്റെ പേര് K, അതുപോലെ തന്നെ റോ 5, സോ ദ നെയിം ഈസ് K5. ഇനി നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോസസിംഗ് നടന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ്. കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ അവിടെ സമ്മ് വന്നിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി മെത്തേഡിലൂടെ സമ്മ് കണ്ടുപിടിക്കുന്നത്. പ്രയാസമൊന്നുമില്ല, എളുപ്പമുള്ള കാര്യമാണ്. ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ. നമുക്ക് ഏതൊരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈക്വൽ സൈൻ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ, അതായത് സം ആണ്. സം ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അപ്പൊ ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 9-ലാണ്. സോ ആ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരാൻ ഷിഫ്റ്റിലും 9-ലും പ്രസ് ചെയ്യുക. ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു. ഇനി ചെയ്യേണ്ട കാര്യം, സമ്മ് ചെയ്യേണ്ട വാല്യൂ ഇരിക്കുന്ന ഒന്നാമത്തെ സെല്ല് ചുമ്മാ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സെല്ലിന്റെ അഡ്രസ് അവിടെ വരും. 28 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന സെല്ലിന്റെ അഡ്രസ് അവിടെ വരും. ഇനി അടുത്തതായിട്ട് വേണ്ടത് കോളൻ ആണ്. കോളൻ എന്ന് പറഞ്ഞാൽ 2 കുത്ത്. അപ്പൊ ആ ഒരു കോളൻ വരണമെങ്കിലും ഷിഫ്റ്റയിലും 2 കുത്തയിലും നമ്മള് പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ അവിടെ കോളൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഷിഫ്റ്റയിലും ആ ഒരു കോളൻ സൈനിലും പ്രസ് ചെയ്തപ്പോ അവിടെ വന്നിട്ടുണ്ട്, സിമ്പിൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം, അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ല് 48 എന്ന് പറയുന്ന സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. അപ്പം ആ ഒരു 48ന്റെ സെൽ അഡ്രസ് K5 അവിടെ വന്നു. ഇനി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊണ്ടുവരിക. അതായത് ഷിഫ്റ്റയിലും 0-യിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരും. ഈ ഒരു ഇക്വേഷൻസ് പ്രവർത്തിക്കണമെങ്കിൽ, അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സെല്ലിലെ റിസൾട്ട് അവിടെ വന്നു. ഇനിയിപ്പം നമുക്ക് ഈ സെയിം കാര്യമാണ് താഴോട്ടും കാണേണ്ടത്. അതായത് വാല്യൂസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, താഴോട്ടും ഇതിന്റെ എല്ലാം സം ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഓരോന്നും പോയി സമ്മ് കാണേണ്ട ആവശ്യമില്ല. ഇതിനകത്തൊരു എളുപ്പവഴിയുണ്ട്. നമുക്ക് ഈ താഴോട്ട് എത്ര ഡാറ്റാസ് ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം ആൻസർ വിത്തിൻ സെക്കൻഡ്സ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആദ്യത്തെ ഈ ഒരു കാര്യം മാത്രം സ്റ്റെപ്പ് ചെയ്യുക, ബാക്കി താഴോട്ട് നമുക്ക് എളുപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഈ വാല്യൂ ഇരിക്കുന്ന സെല്ലിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴത്തെ അറ്റത്ത് നോക്കുവാണെങ്കിൽ ഒരു സ്ക്വയർ പോലെ നമുക്ക് കാണാം. അപ്പൊ സ്ക്വയറിലോട്ട് ഇങ്ങനെ ഒന്ന് മൗസ് കൊണ്ട് വെക്കുക. സ്ക്വയറിലോട്ട് മൗസ് വെക്കുമ്പം മൗസിന്റെ സിമ്പിൾ ഒരു കറുത്ത കളറിൽ ഒരു പ്ലസ് സൈൻ ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ പേരാണ് ഫിൽ ഹാൻഡിൽ എന്ന് പറയും. ഫിൽ ഹാൻഡിൽ. അപ്പൊ ഈ ഫിൽ ഹാൻഡിൽ കാണണമെങ്കിൽ ഇവിടെ മറ്റെവിടെ വെച്ചാലും കാണത്തില്ല. ഈ റിസൾട്ട് കിട്ടിയ സെല്ലിന്റെ താഴെ ഈ ഒരു ബോക്സ് പോലെ കാണാം. അപ്പൊ ആ ബോക്സ് പോലെ ഉള്ളിടത്ത് മൗസ് ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. മൗസ് ഇങ്ങനെ ചുമ്മാ വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു മൗസിന്റെ സൈൻ പ്ലസ് സൈൻ ആയിട്ട് മാറും. അപ്പൊ ഈ പ്ലസ് സൈൻ ആയിട്ട് മാറുമ്പോൾ ഇതിന്റെ പേരാണ് ഫിൽ ഹാൻഡിൽ. അപ്പൊ ഈ ഫിൽ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാല്, തൊട്ടടുത്തുള്ള സെല്ലിലോട്ട് വാല്യൂസ്, അതായത് ഫോർമുലാസ് കോപ്പി ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കുന്നത്. അതായത് ഈ സെയിം ഫോർമുലയാണ് താഴോട്ട് വരേണ്ടത്. അപ്പൊ താഴോട്ടുള്ള സെല്ലിലും ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണാനാണ് നമ്മൾ ഈ ഒരു ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഒരു പ്ലസ് സൈൻ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈയെടുക്കാൻ പാടില്ല. എന്നിട്ട് താഴോട്ട് നമുക്ക് എവിടെ വരെയാണോ റിസൾട്ട് കിട്ടേണ്ടത് അവിടെ വരെ മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക, മൗസ് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യിക്കുക. അപ്പം വാല്യൂസ് എല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് റിസൾട്ട് കിട്ടേണ്ട അത്രയും സെല്ലായി കഴിയുമ്പോൾ മൗസിൽ നിന്നും കൈയെടുക്കുക. കൈയെടുത്ത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് എന്താണ്, താഴോട്ടുള്ള വാല്യൂസ് എല്ലാം കൂട്ടി അതിന്റെ റിസൾട്ട് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് അവിടെ കിട്ടി. അപ്പൊ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എളുപ്പം തന്നെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തെ ആ ഒരു സെല്ലിലെ വാല്യൂ മാത്രം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കണ്ടാൽ മതി. ബാക്കി താഴോട്ട് നമുക്ക് എളുപ്പം തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് സമ്മ് കാണാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ്. എളുപ്പമാണ്. ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ആണെങ്കിലും എളുപ്പവഴിയാണെങ്കിലും ഷോർട്ട് കട്ട് ആണെങ്കിലും എല്ലാം സിമ്പിൾ ആണ്, പ്രയാസം ഒന്നുമില്ല. നമ്മളത് പഠിച്ചെടുക്കുന്നതിന്റെ ഒരു ഇതുപോലെ ഇരിക്കും. നമുക്ക് ഏത് മെത്തേഡ് വേണേലും സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഫിൽ ഹാൻഡിൽ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കിക്കോ. നമ്മൾ ഈ ഒരു ആദ്യത്തെ സെല്ലിലെ റിസൾട്ട് കണ്ടു, 157 എന്ന് കിട്ടി. ഇനി താഴോട്ടും നമുക്ക് ഈ സെയിം കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓരോന്നിലും പോയി അഗെയിൻ ഈ ഒരു ഫോർമുല ഈക്വൽ സം എന്ന് പറയുന്ന ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ എളുപ്പത്തിൽ ആൻസർ കിട്ടാൻ വേണ്ടി ഒരു ടെക്നോളജി അവിടെ അപ്ലൈ ചെയ്യാം. അതിന്റെ പേരാണ് ഫിൽ ഹാൻഡിൽ എന്ന് പറയും. അപ്പൊ ഈ ഫിൽ ഹാൻഡിൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്നത്
തൊട്ടടുത്ത സെല്ലിലോട്ട് വാല്യൂസ് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ്. അതായത് സെയിം കാര്യം തന്നെയാണ് താഴോട്ടും ചെയ്യേണ്ടത്. അപ്പൊ ആ ഫോർമുലാസ് താഴോട്ട് കോപ്പി ചെയ്ത് അതിന്റെ ആൻസർ സിസ്റ്റം തന്നെ നമുക്ക് കണ്ടെത്തി തരും, നമ്മൾ ബുദ്ധിമുട്ടണ്ട. അപ്പൊ ആ മെത്തേഡിന്റെ പേരാണ് ഫിൽ ഹാൻഡിൽ, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി. അപ്പൊ അതിന് ആ ഫിൽ ഹാൻഡിൽ വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ വാല്യൂ റിസൾട്ട് ഇരിക്കുന്ന സെല്ലിന്റെ ഏറ്റവും താഴത്തെ വശം, വലത്തുവശത്തെ ഏറ്റവും താഴെ ഒരു ബോക്സ് പോലെ കാണാൻ പറ്റും നമുക്ക് നോക്കുമ്പോൾ. അതിന്റെ താഴോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവരിക. മൗസ് കൊണ്ടുവരുമ്പോൾ തന്നെ മൗസിന്റെ സിമ്പൽ ഒരു പ്ലസ് സൈൻ ആയിട്ട് മാറും. ഇനി ചെയ്യേണ്ട കാര്യം, ഈ ഒരു പ്ലസ് സൈൻ വന്നതിന് ശേഷം പ്ലസ് സൈൻ അവിടെ വരണം. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈയെടുക്കാൻ പാടില്ല. എന്നിട്ട് എവിടെ വരെയാണോ റിസൾട്ട് കിട്ടേണ്ടത് അത്രയും താഴോട്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, മൗസ് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുക. അപ്പം 36 വരെയുള്ള ഇവിടെ വരെയാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പൊ അത്രയും സെല്ലും കവർ ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക. കൈ എടുത്തു കഴിയുമ്പോൾ ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് താഴോട്ടുള്ള എത്ര വലിയ സെല്ലാണെങ്കിലും താഴോട്ടുള്ള എല്ലാ സെല്ലിന്റെയും അഡ്രസ് റിസൾട്ട് നമുക്ക് അവിടെ കിട്ടിയിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ ഒരു സമ്മിന്റെ കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ചൊന്ന് 2-3 തവണ ഈ ഒരു ക്ലാസ് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കത് കണ്ട് കഴിയുമ്പോൾ അത് മനസ്സിലാകും. അപ്പൊ ക്ലാസ് കണ്ടതിന് ശേഷം ചെയ്യാനൊക്കെ സാധ്യതകൾ ഉള്ളവര്, സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവര് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, പ്രയാസമൊന്നുമില്ല. അപ്പോ നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അഡ്വാൻസ് ലെവലിലോട്ട് പഠിച്ചു വരാം. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. നാളെ അപ്പം നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.